ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം, നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളെ ചില സമയത്ത് നമുക്ക് ഒഴിവാക്കേണ്ടി വരും. അങ്ങനൊരു അവസ്ഥ ആർക്കെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ? എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്കൊരാളെ ഭയങ്കര ഇഷ്ടമാണ്, അയാൾക്ക് തിരിച്ചും ഭയങ്കര ഇഷ്ടമാണെന്ന് വിചാരിക്കുക. പക്ഷേ നമ്മുടെ രണ്ടുപേരുടെയും ഭാവിയെക്കുറിച്ചുള്ളൊരു സങ്കല്പം, നമ്മുടെ ആഗ്രഹങ്ങൾ, ലക്ഷ്യങ്ങൾ ഒന്നാവണമെന്നില്ല. അതായത് നമ്മളിങ്ങനെ അലൈൻ ചെയ്യണമെന്നില്ല രണ്ടുപേരുടെയും ലക്ഷ്യങ്ങളും. ഓരോരുത്തർ അവരവരുടെ ഫ്യൂച്ചർ ലൈഫ് ഇങ്ങനെയാവണം എന്നൊക്കെ ചിന്തിക്കുന്നതും, നമ്മുടെ ഒരു ഡ്രീം ലൈഫും. അങ്ങനെയാകുമ്പോൾ നമുക്ക് പരസ്പരം എത്രത്തോളം ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. നമ്മൾ തമ്മിലൊരു കോമ്പാറ്റിബിലിറ്റി ഉണ്ടാവണം എന്നില്ലല്ലോ. അങ്ങനെയാകുമ്പോൾ അത് രണ്ടുപേർക്കും കോംപ്ലിക്കേഷൻ ആയിരിക്കും. മാത്രമല്ല, നമ്മൾ ഒരുപാട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. സംഭവം ശരിയാണ്, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ കാര്യം കോംപ്രമൈസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കുറച്ച് ത്യാഗമൊക്കെ ചെയ്യണമെന്നായിരിക്കും നമ്മുടെ ഒരു ഫിലോസഫിയൊക്കെ ഉണ്ടായിരിക്കാം, ട്രൂ ലവ് അങ്ങനെയാണെന്നൊക്കെ. പക്ഷേ നമ്മളൊരു പ്രാക്ടിക്കൽ ലൈഫിൽ പലപ്പോഴും വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരേ ദിശയിലേക്ക് നോക്കിക്കാണുന്ന, നമുക്കിപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പിൽ മുന്നോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുമൊത്തുള്ള ഒരു പാർട്ട്ണർഷിപ്പ് നമുക്ക് രണ്ടുപേരുടെയും ലൈഫിൽ നമ്മൾ ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് എത്തിക്കുകയാണെങ്കിൽ, അതിപ്പോൾ നമ്മുടെ കരിയർ ആയിക്കോട്ടെ, നമ്മുടെ ഫാമിലി ലൈഫ് ആയിക്കോട്ടെ ഒക്കെ ആണെങ്കിൽ അടിപൊളിയാവും തോന്നുന്നു അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, ഒരാൾക്കുള്ള അയാളുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ബിസിനസ് ആയിരിക്കും. ബിസിനസ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ആയിരിക്കും. വേറെ ആൾക്ക് ചിലപ്പോൾ ബിസിനസ് അല്ല, അവർക്ക് ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു പാർട്ട്ണറെ ആയിരിക്കില്ല മറ്റേ ആൾക്ക് ഇഷ്ടമുണ്ടായിരിക്കും. പക്ഷേ ആ വ്യക്തിനെ ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷേ ബിസിനസ് ചെയ്യുന്നൊരു പാർട്ട്ണർ ആവാനാവില്ല അവർക്ക് ആഗ്രഹം. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കോമ്പാറ്റിബിലിറ്റി ഇഷ്യൂസൊക്കെ വരുന്നുണ്ടായിരിക്കും. മാത്രമല്ല, ഇപ്പോൾ വേറൊരാൾക്ക്, ഇപ്പോൾ ഒരാൾ ഒരു കലാകാരനാണ് വിചാരിക്കാം, കലാകാരനൊരു കാമുകിയുണ്ട് വിചാരിക്കുക. പെയിൻറ്റിങ് ആണ് കലാകാരൻ്റെ പരിപാടി. ചിത്രങ്ങളൊക്കെ വരയ്ക്കുക, ഓയിൽ പെയിൻറ്റിങ്, വാട്ടർ കളർ, ഇതൊക്കെയാണ് വിചാരിക്കാം. അപ്പോൾ അപ്പുറത്ത് ഈ വ്യക്തിനെ ചിലപ്പോൾ ഒരു ആർട്ടിസ്റ്റ് നോക്കുമ്പോൾ ഒരു മാനസികമായിട്ടൊരു പച്ചപ്പും സാധനങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാവുമല്ലോ, ഒരു എമ്പതി സംഭവം, സഹാനുഭൂതി, ലോകത്തുള്ള ആളുകളോട് ഒരു സ്നേഹമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വ്യക്തിനെ കാമുകിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷെ ഒരു ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് ഈ ഡ്രോയിങ്, ഈ പെയിൻറ്റിങ് എന്നൊക്കെ പറയുന്നത്, പോർട്രേറ്റ് വരയ്ക്കുക എന്നൊക്കെ പറയുന്നത്, അത് തന്നെ ജോലിയായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും ഒരു പക്ഷേ ഈ കാമുകൻ, ആർട്ടിസ്റ്റായിട്ടുള്ള കാമുകൻ. പക്ഷേ കാമുകിക്ക് ഈ വ്യക്തിനെ ഇഷ്ടം. പക്ഷേ ഈ എൻ്റെ കാമുകൻ ഒരു എന്താ പറയുക, പെയിൻറ്ററാണ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അവർക്കത് സെറ്റ് ആവണമെന്നില്ല. ഈ ഒരു ലൈഫ് സ്റ്റൈൽ അവർക്കത് സെറ്റ് ആവണമെന്നില്ല. അപ്പോൾ ഒരു പക്ഷേ ഇവർ രണ്ടുപേരും സ്പ്ലിറ്റായി പോകേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ എത്ര എത്ര മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി സീരീസൊക്കെ കാണുമല്ലേ? അപ്പോൾ നമ്മൾ എത്ര സീരീസുകൾ, നിങ്ങളുടെ കുറേ അനുഭവങ്ങൾ കാണും. അപ്പോൾ സംഭവം അത്രയേ ഉള്ളൂ, രണ്ടുപേരുടെയും ആഗ്രഹങ്ങൾ, ലക്ഷ്യങ്ങൾ, ഭാവിയിൽ എനിക്ക് ഇങ്ങനെയൊരു ജീവിതമാണ് വേണ്ടത് എന്നുള്ള സാധനങ്ങൾ നമുക്ക് ഇഷ്ടമാണ്, പരസ്പരം ഇഷ്ടമാണെന്നുള്ളത് കൊണ്ട് സെറ്റായി വരണം എന്നില്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ ഇഷ്ടം എന്നുള്ള സാധനത്തിന് മാറ്റി വെച്ചിട്ട് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് പിരിയേണ്ടി വരും, സ്പ്ലിറ്റായി വരേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ എത്രയോ സിനിമകൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ ഇതിൽ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാൾക്ക് കാമുകനും കാമുകിയും രണ്ടുപേർക്ക് പരസ്പരം ഭയങ്കര ഇഷ്ടമാണ്, ഒരു കല്യാണം കഴിച്ച് ജീവിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ കല്യാണം കഴിച്ച് ജീവിക്കുന്ന സമയത്ത് ഒരാൾക്ക് ഇപ്പോൾ ഇപ്പോൾ വൈഫ് പറയുകയാണ്, കാമുകി പറയുകയാണ്, കാമുകി കല്യാണം കഴിഞ്ഞാൽ വൈഫാവുമല്ലോ, കാമുകൻ കല്യാണം കഴിഞ്ഞാൽ ഭർത്താവ് ആവുമല്ലോ. അപ്പോൾ ഭർത്താവിന് കുട്ടികളും കുടുംബമൊക്കെ ഇട്ട് അങ്ങനെ ജീവിക്കണമെന്ന് ഒരു പക്ഷേ ആഗ്രഹം എന്ന് വിചാരിക്കാം. ഒരു കേസാണ് പറയുന്നത്. ഭാര്യയ്ക്ക് പ്രഗ്നൻസി ഈ സാധനം വേണ്ട, ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്താൽ മതി, അങ്ങനെയായിരിക്കും ആഗ്രഹം ഉണ്ടായിരിക്കും. അന്ന് വിചാരിക്കുക, ഇതാണ് നമ്മുടെ കേസെങ്കിൽ ഇവർ രണ്ടുപേരും ഒത്തുപോകാൻ ഭയങ്കര പാടായിരിക്കും. ആരെങ്കിലും ഒരാൾ കോംപ്രമൈസ് ചെയ്യണം, അല്ലെങ്കിൽ രണ്ട് ഭാഗത്തു നിന്നും ചെറിയ കോംപ്രമൈസ് ഉണ്ടായി ഏതെങ്കിലും ഒരു തീരുമാനത്തിൽ എത്തണമല്ലോ. ഒന്നല്ലെങ്കിൽ കുട്ടീനെ അഡോപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്വന്തം പ്രഗ്നൻസിയിലൂടെ ഒരു കുട്ടി ഉണ്ടാവുക, അങ്ങനെയൊരു സംഭവമൊക്കെ ഡെലിവറി ചെയ്തിട്ട്. അപ്പോൾ സംഭവം അത്രയേ ഉള്ളൂ. ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങൾ പ്രാക്ടിക്കൽ ലൈഫിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ പ്രാക്ടിക്കൽ ലൈഫിൽ ജീവിക്കുന്ന സമയത്ത് എന്തായാലും കാശ് വേണം, കരിയർ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളെ അറിയുന്ന ആളുകൾ കൂടെ ഉണ്ടാവുക എന്നുള്ള ആവശ്യമുള്ള സാധനമാണ്. നമുക്കൊരു പാർട്ട്ണർ ഉണ്ടാവുക എന്നുള്ളത് ആവശ്യമുള്ള ഒരു കാര്യമാണ്, ആവശ്യമുള്ളതല്ല, നല്ലൊരു കാര്യമാണ്. പക്ഷേ നമ്മുടെ ഒരു പാർട്ട്ണറിന് വേണ്ടി എല്ലാം ത്യജിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ കാണിക്കുന്ന ഒരു പൊട്ടത്തരാവാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ. ഇപ്പം നമ്മൾക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് ബാക്കി നമ്മുടെ ഡ്രീം കരിയറൊക്കെ ഒഴിവാക്കിയിട്ട് വന്നു വിചാരിക്കുക. അപ്പോൾ പലപ്പോഴും ചില സമയത്ത് നമുക്ക് ഈ ഫ്രസ്ട്രേഷൻ വരും. അതായത് നമ്മുടെ പാർട്ട്ണറായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, വനക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലയിൻറ്റുകൾ, പരാതികൾ വീക്കായിട്ടുണ്ടായിരിക്കും, ഫ്രസ്ട്രേഷൻ ഉണ്ടാകും. ചിലപ്പോൾ അത് വയലൻസിലേക്കൊക്കെ പോകും, മിസ്അണ്ടർസ്റ്റാൻഡിങ് വരും, എന്നോട് ആരാ അത് ഒഴിവാക്കാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പോൾ സംഗതി ഇത്രയേ ഉള്ളൂ.
പ്രേമിച്ച് നടക്കുന്ന സമയത്ത് തന്നെ കോമ്പാറ്റിബിലിറ്റിയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുക. പരസ്പരം നമ്മൾ കോമ്പാറ്റിബിൾ ആണോ, എത്രത്തോളം നമ്മൾ തമ്മിൽ ഒരു സെറ്റാവുന്നുണ്ട് പറഞ്ഞാൽ മാനസികമായിട്ട് മാത്രമല്ല, ശാരീരികമായിട്ട് മാത്രമല്ല, ലൈംഗികമായിട്ട് മാത്രമല്ല, മൊത്തത്തിൽ ഫിനാൻഷ്യലായി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക, എന്ത് ജോലിയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഡിസ്കസ് ചെയ്യുക, നമ്മുടെ കരിയർ ഫീൽഡ് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുക. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഫാമിലി തമ്മിൽ എങ്ങനെ സെറ്റായി പോകില്ലേ അതൊക്കെ നോക്കുക. ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റും തോന്നുന്നു. അപ്പോഴും ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത വേറെയും കുറേ ചലഞ്ചുകൾ നമുക്കുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് എനിക്കിത് പറയുള്ളത്. നമ്മൾ ഇഷ്ടപ്പെടുന്ന പ്രേമിക്കുന്ന ആളുകളെ ചിലപ്പോൾ നമുക്ക് ഒഴിവാക്കേണ്ടി വരും. ഇത് തേപ്പ് അല്ല. നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് എടുക്കുക. ഇത് 2 വട്ടമായി അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. വേറെ വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ താങ്ക് യു.